തീർച്ചയായിട്ടും സീസണൽ ഫുഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള പണ്ട് കാലത്തൊക്കെ നമുക്കതൊരു ശീലമായിരുന്നു. ഇപ്പം നമ്മൾ അറിയുന്നില്ല എന്താണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ലോക്കൽ സീസണൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ചുറ്റുപാട് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടാവുക, അതാണ് ഏറ്റവും നല്ല ഭക്ഷ്യയോഗ്യമായ സാധനം. അപ്പോൾ കേരളത്തിലെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലഭ്യത അനുസരിച്ച് മാങ്ങയുടെ സീസൺ ഇല്ലേ, നമുക്കറിയാം പച്ചമാങ്ങ കിട്ടുന്ന സമയത്താണ് പച്ചമാങ്ങ ഉപയോഗിക്കേണ്ടത്. ആ ഒരു കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടും മാങ്ങ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ മാങ്ങ ഉണ്ടാവാം. അപ്പോൾ ആ മാങ്ങ കഴിക്കാതെ നമ്മുടെ കേരളത്തിൽ മാങ്ങയുള്ള സമയത്ത് മാങ്ങ കഴിക്കുക, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക വരുന്ന സമയത്ത് മുരിങ്ങയ്ക്ക കഴിക്കുക, അല്ലെങ്കിൽ ചേന ശരിക്കും ഉണ്ടാകുന്നൊരു സമയത്ത് ചേന, കപ്പ, ഇതിനെല്ലാത്തിനും ഒരു 365 ദിവസവും നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും കിട്ടുന്നതുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ ഒരു സീസണൽ ടൈമിലായിരിക്കും. ഒരു ഫ്രൂട്ട്സ് നമുക്കറിയാം, പഴം വർഗ്ഗങ്ങൾ, ഇപ്പോൾ മാമ്പഴം തന്നെ, മാമ്പഴം കേരളത്തിൽ ഏത് സമയത്താണ് വരിക. അപ്പോൾ ആ ഒരു സമയത്തെ ഭക്ഷണങ്ങൾ കഴിച്ച് ശീലിക്കുക എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിലും എല്ലാവരും ഇപ്പോൾ ചെയ്യുക. ആ ഒരു സമയത്ത് സീസൺ അല്ലാത്ത ചില നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല ഇംഗ്ലണ്ടിലേക്കുള്ള വലിയ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ അവിടെ ടൊമാറ്റോയുടെ സീസൺ അല്ലെങ്കിൽ ആ മെനുവിൽ തക്കാളി ഇല്ലാത്ത വിഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയും സീസൺ അല്ല, നമുക്ക് എല്ലാ ദിവസവും ഉള്ളിയും തക്കാളിയും വേണം. എവിടുന്ന് ഇപ്പോൾ നാസിക്കുന്നാലോ അല്ല എവിടുന്ന് വേണമെങ്കിലും ഉള്ളി ഇവിടെ വരും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ വരെയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ സീസണൽ ഭക്ഷണം, അതുപോലെ ഈ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ നമുക്കറിയാം മഴക്കാലത്താണ് ഒരുപാട് രോഗങ്ങളൊക്കെ കൂടുന്നൊരു സമയം. ഈ കോവിഡിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞ് പലർക്കും കോവിഡൊക്കെ വന്നതോ അല്ലെങ്കിൽ അതിന് ശേഷം ചില ഇമ്മ്യൂണിറ്റി എല്ലാ പ്രശ്നങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ആവശ്യാനുസരണമുള്ള ഭക്ഷണങ്ങൾ കൃത്യമായ സമയത്ത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ, ഓരോ മനുഷ്യരും യൂണിക്കാണ്, ഓരോ മനുഷ്യരുടെയും കാലറികൾ വ്യത്യാസമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം എന്താണെന്ന് അവരവർ തന്നെ തിരിച്ചറിയുക. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു നല്ല രുചിയോടുകൂടി ഒരുപാട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമുക്ക് തന്നെ അറിയാം, എന്തുമാത്രം കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ്, ഒരു ഡിസിപ്ലിൻ. ഇപ്പം മമ്മൂക്ക ഒരു ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് ഭക്ഷണം നമ്മളൊക്കെ പറയും ഇത്രയും സൗന്ദര്യമുള്ള അദ്ദേഹത്തിനൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര രുചിയുള്ള ഭക്ഷണമാണെങ്കിലും അളവെന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനാണ്. ഒരു പിടി ചോറും ആ മീൻകറിക്കും നല്ല രുചിയുണ്ട്, വീണ്ടും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് കഴിക്കില്ല. അപ്പോൾ അത് മതി. നമ്മുടെ ഒരു വിശപ്പിനനുസരിച്ചോ അല്ലെങ്കിൽ രുചിയുടെ അളവ് പോലും വെച്ചല്ല ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മുടെ ശരീരം എന്താണ് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ജോലി ചെയ്തിട്ട് 3 നേരം ഭക്ഷണം കഴിക്കും. ഇപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ മാറി ഭക്ഷണം ഏത് സമയത്തും എപ്പോഴും അവൈലബിളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും വാങ്ങി കഴിക്കാവുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ രാവിലെ വളരെ വിശദമായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അപ്പോൾ അതുകൂടെ ചേർത്ത് ഉച്ചയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഡിന്നർ കഴിക്കുന്നു. അപ്പം ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക, അവരുടെ ഡയറ്ററി അനുസരിച്ചുള്ള കാര്യങ്ങൾ അളവ് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഭക്ഷണം വളരെ മാന്യമായ രീതിയിൽ കഴിക്കുന്നവരാണ് നല്ല ആരോഗ്യത്തോടുകൂടി വളരെ ലോങ് ആയിട്ട് ജീവിക്കുക. അപ്പോൾ അത് ശീലിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. കാരണം ഇത്രയും കേരളീയ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും രുചിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മീൻകറിയും ചോറും അല്ലെങ്കിൽ ഒരു പൊറോട്ടയും ബീഫും കിട്ടിക്കഴിഞ്ഞാൽ വയറ് നിറഞ്ഞിരുന്നാൽ പോലും ആരെങ്കിലും ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയാൻ തോന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു ഡിസിപ്ലിൻ ആരൊക്കെ എടുക്കുന്നു അവരെയാണ് ഇപ്പോൾ മമ്മൂക്കയുടെ കണക്കൊക്കെ ഇരിക്കുന്ന, മമ്മൂക്ക മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാർ, സെലിബ്രിറ്റി അല്ലാത്തവരും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വളരെ തേജസ്സും ഓജസ്സും ആരോഗ്യത്തോടു കൂടി 50, 60, 70 വയസ്സിലൊക്കെ ഉഷാറായിട്ട് നടക്കുന്നത്. അപ്പോൾ അവരെപ്പോലൊക്കെ നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റണം. അപ്പോൾ ഈ ഭക്ഷണ കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ എല്ലാവരും കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായിട്ടും മലയാളികൾ ശീലിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.